Hello girls, welcome to Future Powered by Google. മകളെ മൂസി series here. സോ മകളെ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിച്ച് ഫുൾ മാർക്ക് തന്നെ എക്സാമിൽ വാങ്ങുക. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ടോപ്പിക്കാണിത്. ഒരു സംഖ്യയുടെ സ്ക്വയർ. ഇപ്പൊ 18ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡുകൾ അതിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഈ ഒരു മെത്തേഡിലൂടെ x + y ² = x² + 2xy + y² എന്നുള്ള ഇക്വേഷനിലൂടെ, ഈ ഇക്വേഷൻ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പറയണമെന്നില്ല, പക്ഷെ ഇത് വേറൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ 18ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. സോ മകൾ ശ്രദ്ധിച്ചോ, 18ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് 18 നമുക്ക് എങ്ങനെ എഴുതാം, 10 + 8 10 + 8 10 + 8 എന്ന് എഴുതാം. സോ 10 + 8 ഹോൾ സ്ക്വയർ. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. 10 + 8 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിപ്പോ എന്തായി, x + y ഹോൾ സ്ക്വയർ എന്ന ഫോർമുലയായി മാറി. ഇനി എന്ത് ചെയ്താൽ മതി, x + y ഹോൾ സ്ക്വയർ = x² + 2xy + y² ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 10നെ 10 + 8 ഹോൾ സ്ക്വയർ എഴുതി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ 10നെ ഫസ്റ്റ് ചെയ്താ, ഈ ഫസ്റ്റത്തെ ടേം 10. സോ 10² പ്ലസ് നെക്സ്റ്റ് ലാസ്റ്റ് ടേം ഇതാ രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ 8² ആണ് കേട്ടോ. 8². ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. 10² + 8² ആണ് ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് ലാസ്റ്റ് ആക്കി എഴുതി വെച്ചാൽ മതി. ഓക്കെ, റെഡി. ആൻഡ് ഇതാ ഈ മിഡിലുള്ള ടേം എന്താന്ന് വെച്ചാൽ 2 × 2 എപ്പോഴും 2 × വരിക. 2 × എന്താണ് വരിക, ഈ 10 + 8 10ഉം 8ഉം 2 × 10 × 8 2 × 10 × 8 അതാണ് മിഡിൽ വരിക. 2 × 10 × 8 that is equal to what is മകളെ 10² എന്താ, 10ന്റെ സ്ക്വയർ എന്താ, 100 ആണ്. സോ എന്ത് എഴുതി, 100 100 പ്ലസ് 2 × 10 × 8 എന്താണ്, 2 × 10 × 8 2 × 8 16 ആണ്. 16 × 10 160. സോ ഈ ടേമിന് മുഴുവനായിട്ട് നമ്മൾ എന്ത് എഴുതി, 160 160 പ്ലസ്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ ദാ ഈ 10² ആണ് എന്ത്, ഈ 10² 100 ആയി. 2 × 10 × 8 160 ആയി. പ്ലസ് 8², 8ന്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ എന്താ, 8 × 8 64 അല്ലേ, 64 അല്ലേ. സോ 64 64. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 + 160 + 64. ഇത് നേരെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി, ഡയറക്റ്റ് അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ എത്ര വരിക, 100ഉം 120 കൂട്ടിയാൽ 260 അല്ലെ. 260 260 പ്ലസ് വീണ്ടും ഒരു 64. റെഡി ആണല്ലോ. അപ്പൊ എത്രയായി, 4ഉം 12ഉം 324. 324 is the correct answer. ഇത്രയേ ഉള്ളൂ. റെഡി ആണോ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വരും അറിയോ, ഇവിടെ നിങ്ങൾക്ക് 10² + ഡാഷ് + 8². ഇവിടെ എന്താണ് ടേം എഴുതേണ്ടത് അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ ഇവിടെയും തന്നിട്ട് ഈ ലാസ്റ്റത്തെ ടേം എന്താണെന്ന് ചോദിക്കാം. അപ്പോ കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോ. ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ച 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നോക്ക്, 13² = 10² + ഡാഷ് + 3². എന്താ പോ വന്നത്, 13² 13ന്റെ സ്ക്വയർ. അപ്പൊ ഈ 13ന് നമ്മൾ എങ്ങനെ എഴുതണം, 10 + 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഈ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പൊ ഈ മിഡിലുള്ള ടേം എന്താ വരിക, എപ്പോഴും 2 കോമൺ അതാ, 2 × xy. റെഡി, x + y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² ഫസ്റ്റ് y² ലാസ്റ്റ്, സെക്കൻഡ് എന്താ 2 × x × y അതാണ്. അപ്പൊ ഇവിടെ നോക്ക് 13² എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 10 + 3 ഹോൾ സ്ക്വയർ അല്ലേടാ 13². 10 + 3 ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം എന്താ വന്നത്, ഈ 10² ആണ്. 10² പ്ലസ് ഡാഷ് + 3². അപ്പൊ ദാ ഫസ്റ്റ് ഈ 10ന്റെ സ്ക്വയർ ആയി, ലാസ്റ്റ് 3ന്റെ സ്ക്വയർ ആയി, മിഡില് 2 × 3 × 10 2 × 3 × 10. അപ്പൊ നോക്കിക്കോ ഇവിടെ ഈ ഓപ്ഷൻസിൽ ഏതാണ് വരിക നോക്ക്. ഇതാ ഇവിടെ എന്തുണ്ട്, 10 × 3 × 2. അപ്പൊ ഒന്ന് ഷഫിൾ ചെയ്താ തന്നത്, ഒന്ന് കൺഫ്യൂഷൻ ആകാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ആലോചിക്കും 2 × എന്ന് പറഞ്ഞാൽ എവിടെ ഇല്ലല്ലോ, ഇതിൽ 10 × 13 × 10 ×
10 ഇൻറ്റു ആ. പക്ഷെ അതിൽ കാര്യമില്ല, അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഷഫിൾ ചെയ്ത കാര്യമുണ്ടോ? പക്ഷെ 2 ഇൻറ്റു എന്താ ഇവിടെ വരേണ്ടത് ശരിക്കും? 2 ഇൻറ്റു 10 ഇൻറ്റു 3 ആണ്. അപ്പൊ 2ഉം 3ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്ത് അതിലെവിടെ ഇവിടെ നോക്ക്, ഇവിടെ 10 ഇൻറ്റു 6 ഇൻറ്റു 2 അപ്പൊ ഇതാണോ? അതല്ല. ഇവിടെ 13 ഇൻറ്റു 3 ഇൻറ്റു 2 അതുമല്ല. ഇവിടെ 10 ഇൻറ്റു 3 ഇൻറ്റു 1 അതുമല്ല. ഇവിടെ നോക്ക് 10 ഇൻറ്റു 3 ഇൻറ്റു 2. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സെറ്റ് ആണോടാ? ക്ലിയർ ആണോ? സോ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ഇത് എക്സാമിന് ചോദിക്കും. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം. ഒന്ന് നോക്കിക്കോട്ടോ. 32ന്റെ സ്ക്വയർ എന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ 32ന്റെ സ്ക്വയർ 32ന്റെ സ്ക്വയർ 32ന്റെ സ്ക്വയറിന് ഇതുപോലെ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അങ്ങനെ എന്ത് ചെയ്യാം? ഈ 32 സ്ക്വയർ 32 നമുക്ക് എങ്ങനെ എഴുതാം? 30 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 30ന് എന്ത് ചെയ്താം? 30 പ്ലസ് 2. സോ നോക്കിക്കോ, 30 പ്ലസ് 2 30 പ്ലസ് 2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്താ വരിക? ഫസ്റ്റ് എന്താ വരിക? 30 പ്ലസ് 2. അപ്പൊ ആദ്യം തന്നെ 30ന്റെ സ്ക്വയർ ഇതാ, ഈ 30ന്റെ സ്ക്വയർ. ഫസ്റ്റ് 30ന്റെ സ്ക്വയർ 30 സ്ക്വയർ 30 സ്ക്വയർ പ്ലസ് ലാസ്റ്റോ മൂന്നാമത്തെ ടേം 2 സ്ക്വയർ. മൂന്നാമത്തെ ടേം 2 സ്ക്വയർ. അത് ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക, അത് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക, എന്നാ പിന്നെ തെറ്റൂല. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് സെൻട്രൽ എന്ന് വരെ 2 ഇൻറ്റു എപ്പോഴും ഒരു 2 കൊണ്ടാ മൾട്ടിപ്ലൈ ഉണ്ട്. 2 ഇൻറ്റു ഇനി ബാക്കി എന്താ? ഇനി 30 ഇൻറ്റു 2 ഇൻറ്റു 30 ഇൻറ്റു 2 അത്രേ ഉള്ളൂ. ആ രണ്ട് ടേം മൾട്ടിപ്ലൈ 2 ഇൻറ്റു 30 ഇൻറ്റു 2. റെഡി ആണല്ലോ? യെസ്. സോ മക്കളെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 30ന്റെ സ്ക്വയർ 30ന്റെ സ്ക്വയർ. അപ്പൊ 30ന്റെ സ്ക്വയർ ഇങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ നമുക്കറിയാലോ. 3ന്റെ സ്ക്വയർ 3 ഇൻറ്റു 3 എത്രയാണ്? 9 ആണ്. ആ 9നോട് 2 0 ഇട്ട് കൊടുത്താൽ മതി. 2 0. റെഡി ആണല്ലോ? അപ്പൊ 20ന്റെ സ്ക്വയർ വെച്ചാലോ? 2ന്റെ സ്ക്വയർ 4 അല്ലേ? അപ്പൊ അതിനോട് 2 0 ഇട്ട് കൊടുത്താൽ മതി. 40ന്റെ സ്ക്വയർ വെച്ചാലോ? 4ന്റെ സ്ക്വയർ 16 അല്ലേ? അതിനോട് 2 0 ഇട്ട് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. സോ 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9നോട് 2 0 ഇട്ട് കൊടുക്കുക, 900 900 ആണ്. പ്ലസ് നെക്സ്റ്റ് എന്താണ് വരിക? നെക്സ്റ്റ് എന്താ വരിക? 2 ഇൻറ്റു 30 ഇൻറ്റു 2. എന്താ 2 ഇൻറ്റു 30 ഇൻറ്റു 2? ഇത്രയേ ഉള്ളൂ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 അല്ലേ? 4 ഇൻറ്റു 30. 4 ഇൻറ്റു 30 എത്ര? 4 ഇൻറ്റു 3 ചെയ്താൽ മതി. 4 ഇൻറ്റു 3 എത്ര? 12 ആണ്. റെഡി ആണോ? ഇവിടെ എത്ര 0 ഉണ്ട്? ഒരു 0. അതിനോട് ഒരു 0 ഇട്ട് കൊടുക്കുക. സാധാ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് സിമ്പിൾ ആണ്. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 30 ചെയ്യാണ്. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12. അതിനോട് ഒരു 0. അപ്പൊ 120. 120. അത് ഏത് രീതിയിൽ നമുക്ക് ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇതാ 2 ഇൻറ്റു 30 സിമ്പിൾ ആയിട്ട് 2 ഇൻറ്റു 30 2 ഇൻറ്റു 30 60. 60 ഇൻറ്റു 2 120. ഇത്രേ ഉള്ളൂ. സോ പ്ലസ് 4 അതായത് 2 സ്ക്വയർ. നെക്സ്റ്റ് എന്താ വരിക? 2 സ്ക്വയർ 4. വെരി 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 സിമ്പിൾ. ഇനി അതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടുക. ഇതാ 900ഉം 120ഉം 4ഉം അങ്ങോട്ട് കൂട്ടുക. അപ്പൊ എത്ര ആയടാ? അപ്പൊ എത്രയായി? 900 120 1020 ഒരു 4ഉം കൂടെ കൂട്ടിയാൽ 1024. യെസ്. സോ 1024 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ മക്കളെ ഇത് ഇങ്ങനെ കൃത്യമായി ചെയ്തു പഠിച്ചോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് വരാത്തൊരു എക്സാം പേപ്പർ ഉണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ ഞാൻ തലമുട്ടി അടിക്കുമേ. റെഡി? യെസ്. സോ മക്കളെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ മക്കൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ എന്ത് ചെയ്യുക? ചെയ്യാം. ഇതേപോലെ ചെയ്തിട്ട് ആൻസർ എത്രയാണ് എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. സോ മക്കളെ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യും? ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. സോ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്യൂച്ചറിന്റെ ബാച്ച് ഓപ്പൺ ആണ്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ കോൺസെപ്റ്റുകൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സോ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി? വിളിച്ചാൽ മതി. സോ മകളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും വീഡിയോസുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ. സീ യു അഗൈൻ. ബൈ ബൈ.